നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 555 ICയും പിന്നെ LM380 ഓഡിയോ ആംപ്ലിഫയറാണ് പഠിച്ചത്. ഇനി പുതിയ രണ്ട് ICയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് എന്ത് 566 അല്ലെങ്കിൽ അതിന്റെ VC അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. അപ്പൊ ഈ കാണുന്നതാണ് എന്ത് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ IC. അപ്പൊ നിങ്ങൾ എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററെല്ലാം പഠിച്ചു, നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ട്. ആ മൾട്ടി വൈബ്രേറ്ററിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ 1 kHz ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ആ സ്ക്വയർ വേവ് ജനറേറ്ററിന് അല്ലെങ്കിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ 1 kHz ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്യുക? അതിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? മാറ്റും, അല്ലെങ്കിൽ കപ്പാസിറ്റർ മാറ്റും. അപ്പോൾ റെസിസ്റ്റൻസോ കപ്പാസിറ്ററോ മാറ്റുമ്പോൾ അങ്ങനെയുള്ള ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ പുതിയൊരു ഓസിലേറ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ ഒരു കൺട്രോൾ വോൾട്ടേജ് കണ്ട VC എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ഒരു കൺട്രോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. അപ്പോൾ ആ പിന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് കൊടുക്കുക. ആ പിന്നിൽ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഇതിന്റെ ഔട്ട്പുട്ട്, ഈ ICയുടെ ഔട്ട്പുട്ടിൽ വരുന്ന സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. അല്ല, വോൾട്ടേജ് കുറയുമ്പോഴോ, കൊടുക്കുന്ന വോൾട്ടേജ് കുറക്കുമ്പോഴോ എന്താ സംഭവിക്കുക? ഇതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അതായത് സപ്ലൈ വോൾട്ടേജ് അല്ലേ, സപ്ലൈ വോൾട്ടേജ് അല്ലാതെ വേറൊരു പിന്നും കൂടി ഉണ്ടാവും, എന്ത്? കൺട്രോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ IC നമുക്ക് പുറത്തേക്ക് തരുന്ന ഔട്ട്പുട്ട് തരുന്ന സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. ഈ IC പ്രൊവൈഡ്സ് ദ 2 ഔട്ട്പുട്ട്സ്. ഇതൊക്കെയാ സ്ക്വയർ വേവ് ആൻഡ് ട്രയാങ്കുലർ വേവ്. നമുക്ക് ഇതിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ 566 വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കറണ്ട് സോഴ്സ്, പിന്നെയോ ഷ്മിറ്റ് ട്രിഗർ ആൻഡ് 2 ബഫർ ആംപ്ലിഫയേഴ്സ്. 2 ബഫർ ആംപ്ലിഫയേഴ്സ് എന്തുണ്ട്? ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഒരു കപ്പാസിറ്റർ വേണം. ദാറ്റ് കപ്പാസിറ്റർ ഹാസ് ടു ബി പ്രൊവൈഡഡ് എക്സ്റ്റേണലി. അത് എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യണം? ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യണം, അല്ലേ? പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഉണ്ടാവും. അതായത് നിങ്ങൾ വോൾട്ടേജ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ ഇത് വർക്ക് ചെയ്യും. ഇപ്പോൾ 1 kHz ആണ്, 1 kHz വർക്ക് ചെയ്യും. ക്ലിയർ അല്ല? നിങ്ങൾ ഈ കൺട്രോൾ പിന്നിൽ വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഫ്രീക്വൻസി 1 kHz കൂടും. കൺട്രോൾ പിന്നിലെ വോൾട്ടേജ് കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും? 1 kHz എന്ത് ചെയ്യും? കുറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുക? വേവ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ ഫ്രീക്വൻസി തീരുമാനിക്കുന്ന ഡിസൈഡ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആണ് എന്ത്? R1 ഉം C1. So when no control voltage is given, the VCO will produce a constant frequency output signal, which is called the free running frequency. And this free running frequency is controlled by the resistors R1 and C1. Clear അല്ലേ? നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അല്ലേ, നമ്മൾ എന്ത് ചെയ്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്ത് അല്ല, when the power supply is given, എന്താ സംഭവിക്കുക? The circuit will give you a fixed frequency square wave and triangular wave, and that frequency is determined by the resistors R1 and C1. So when we apply a control voltage at the control input VC, എന്താ സംഭവിക്കുക? The output frequency will change. So we can control or vary the output frequency by applying an input signal called control input. അതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഇറ്റ്സ് കോൾഡ് ദി വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇതിന്റെ പാർട്സ് എന്തൊക്കെയാ? കറണ്ട് സോഴ്സ് ഉണ്ട്, ഷ്മിറ്റ് ട്രിഗർ ഉണ്ട്, പിന്നെ സിമ്പിൾ 2 ബഫർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? വെൻ വി സ്വിച്ച് ഓൺ, അല്ലെ, പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്ത് വെൻ വി സ്വിച്ച് ഓൺ, വാട്ട് വിൽ ഹാപ്പൺ? ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ദിസ് കറണ്ട് സോഴ്സ് വിൽ ചാർജ് ദി കപ്പാസിറ്റർ ലീനിയർലി. ലീനിയർ ആയിട്ട് എന്ത് ചെയ്യും? ഈ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും? ഈ കപ്പാസിറ്ററിന് എന്ത് ചെയ്യും? ചാർജ്. അപ്പൊ നമുക്കറിയാം എന്താ സംഭവിക്കുക? കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? നല്ലന കൂടാൻ തുടങ്ങും, അല്ലെ? Once the current source starts charging the capacitor, the voltage across the capacitor will increase gradually. അല്ലെ, വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ എന്ത് ചെയ്താൽ ഇവിടെ നോക്കിയട്ടെ, വളരെ സാവധാനം കൂടും. ഇനി ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ ഇൻപുട്ട്, ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ആണ് എന്തായിട്ട് കൊടുത്തത്? നമ്മൾ ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്, അല്ലെ? സോ വെൻ ദി കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്, എന്താ സംഭവിക്കുക? ഇറ്റ്സ് വോൾട്ടേജ് വിൽ ഇൻക്രീസ് ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഈസ് given as the input to the Schmitt trigger. അപ്പോൾ ഷ്മിറ്റ് ട്രിഗറിന്റെ ഇൻപുട്ട് ആയിട്ടാണ് ചെയ്തത്, അത് കണക്ട് ചെയ്തിട്ട്, ശരിയല്ല? അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ വോൾട്ടേജ് കൂടി
when the capacitor voltage exceeds the upper threshold voltage. നമുക്കറിയാം ഷ്മിറ്റ് ട്രിഗറിന് 2 വോൾട്ടേജ് എന്തൊക്കെയാ, UTP ആൻഡ് LTP. ഞാൻ പഠിപ്പിച്ചതാ ഷ്മിറ്റ് ട്രിഗറിന്റെ വർക്കിംഗ്. ഷ്മിറ്റ് ട്രിഗർ എന്താ ചെയ്യുക, അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് UTP-നേക്കാളും കൂടുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ലോ ആയിരിക്കും. ശരിയല്ല? പിന്നെയോ ഷ്മിറ്റ് ട്രിഗറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് LTP-യേക്കാൾ കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. നേരെ റിവേഴ്സ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ UTP എന്ന് പറയുന്നത് 0.5 വോൾട്ടും ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ LTP അല്ലെങ്കിൽ ലോവർ ത്രെഷോൾഡ് പോയിന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ, 0.25 വോൾട്ടുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ UTP എത്രയാ, 0.5 വോൾട്ട്, LTPയോ 0.25 വോൾട്ട്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് UTP അല്ലെങ്കിൽ 0.5 വോൾട്ടിനേക്കാളും കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്തായി പോകും, ലോ ആയി പോകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇതാ, നമ്മൾ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് UTP അല്ലെങ്കിൽ 0.5-നേക്കാളും കൂടുമ്പോൾ എന്താ സംഭവിക്കുക, കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്തായി പോകും, ലോ ആയി. വേണ്ട, ഔട്ട്പുട്ട് ലോ ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ലോ ആവും. അപ്പൊ ഈ കറണ്ട് സോഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, കറണ്ട് സോഴ്സ് ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഇപ്പോഴെന്താ സംഭവിച്ചത്, when we switched on, the current source will charge the capacitor and the capacitor voltage will increase gradually. When the capacitor voltage reaches the upper threshold voltage or ഇവിടെ എഴുതിയിട്ടുണ്ട് 0.5 വോൾട്ട്, എന്താ സംഭവിക്കുക, the Schmitt trigger output will become 0 വോൾട്ട്. ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്തായി മാറും, ഇവിടെ കണ്ട 0 ആയി മാറും. ഇനി ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ആര് ചെക്ക് ചെയ്യുന്നുണ്ട്, കറണ്ട് സോഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കറണ്ട് സോഴ്സിന് മനസ്സിലായി എന്താ, ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, 0 ആയി. എന്തുകൊണ്ടാ 0 ആയി പോയെ, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് കൂടി 0.5 ആയതുകൊണ്ടാണ് ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്തായി പോയെ, 0 ആയി പോയെ. ക്ലിയർ അല്ലേ? ഇനി കറണ്ട് സോഴ്സ് എന്താ ചെയ്യുക, ഇത്ര നേരം കറണ്ട് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ചെയ്തേ അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ തുടങ്ങും, കറണ്ട് സോഴ്സ് കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ തുടങ്ങും, അതായത് കറണ്ട് വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പൊ വലിച്ചെടുക്കുന്നത് നമ്മൾ എന്താ വിളിക്കുക, അങ്ങോട്ട് കൊടുക്കുന്നതിനെ സോഴ്സ് എന്ന് വിളിക്കും, ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് എന്താ വിളിക്കുക, സിങ്ക് എന്ന് വിളിക്കുക. ഇനി കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും, വിൽ ആക്ട് ആസ് കറണ്ട് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് കപ്പാസിറ്ററിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ചാർജ് ഇങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യിക്കും. അപ്പൊ ഡിസ്ചാർജ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആലോചിച്ചു, എളുപ്പ, കപ്പാസിറ്ററിന്റെ കയ്യിലെ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. നോക്കിയിട്ട് ഇതാ കപ്പാസിറ്ററിന്റെ കയ്യിലെ വോൾട്ടേജ് കണ്ടേ, ഗ്രാഫ് കണ്ടേ നിങ്ങൾ, ട്രയാങ്കുലർ കപ്പാസിറ്ററിന്റെ കയ്യിലെ വോൾട്ടേജ് നല്ലനെ കുറഞ്ഞു വന്നിട്ട് എത്രയായി മാറി, 0.25 ആയി മാറും അല്ലെ. അപ്പൊ 0.25 എന്ന് പറഞ്ഞാൽ എന്താ, LTP ആണ്. ശരിയല്ലേ? അപ്പൊ കപ്പാസിറ്റർ കയ്യിലെ വോൾട്ടേജ് കുറഞ്ഞിട്ട് എത്രയായി, LTP ആയി, ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ പോയിന്റ്. അപ്പൊ LTP ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കണ്ട ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹൈ ആവും അല്ലെ. ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹൈ ആയി. ഇനി നിങ്ങളെ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും, ഇതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യും. അപ്പൊ കറണ്ട് സോഴ്സ് എന്ത് മനസ്സിലായി, ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് ഹൈ ആയെന്ന് മനസ്സിലായി അല്ലെ. ഹൈ ആയത് എന്തുകൊണ്ടാണ്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് അതിന്റെ വോൾട്ടേജ് കുറഞ്ഞു പോയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഹൈ ആയി. അപ്പൊ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും, ഇനി വീണ്ടും കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യിക്കും. ക്ലിയർ അല്ല? അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എന്ത് ചെയ്യും, മെല്ലനെ വീണ്ടും കൂടിയിട്ട് എത്രയോ 0.5 ആവും. അപ്പൊ 0.5 ആകുമ്പോൾ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, 0 ആവും അല്ലെ. അപ്പൊ 0 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, മാറും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, ഈ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ കിട്ടിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പിൻ നമ്പർ 3 ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇതൊരു എന്തായാലും ഇൻവേർട്ടിംഗ് ബഫർ ആംപ്ലിഫയർ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഇത് ഇവിടെ എന്ത് വേവ് ആണ് വരുന്നത്, അത് നേരെ തലയിരിച്ചിട്ടാണ് ഇവിടെ വരിക, ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരും. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കിയിട്ട്, നമ്മൾ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, കുറച്ച് സമയം അതിനെ ചാർജ് ചെയ്യിക്കും, പിന്നെ എന്ത് ചെയ്യുന്നത്, കറണ്ട് സോഴ്സ് കറണ്ട് എല്ലാം വലിച്ചെടുത്ത് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടി വന്നു അല്ലെ, നോക്കട്ടെ. ഡിസ്ചാർജ് ചെയ്യുമ്പോഴോ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കുറഞ്ഞു വരും. അപ്പൊ കപ്പാസിറ്റർ അക്രോസ് നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ട്രയാങ്കുലർ വേവ് അല്ലേ കിട്ടുന്നത്. ആ വേവിനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബഫർ ആംപ്ലിഫയർ വെച്ചിട്ട് ഈ ഔട്ട്പുട്ട് നമുക്ക്, ഈ IC നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ പിൻ നമ്പർ 4 നമുക്ക് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് കിട്ടുക, അതെന്തായിരിക്കും, ട്രയാങ്കുലർ വേവ് ആയിരിക്കും. പിൻ നമ്പർ 3 നമുക്ക് കിട്ടുന്ന ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻവേർട്ട് ചെയ്യും, അതെന്തായിരിക്കും, സ്ക്വയർ വേവ് ആയിരിക്കും. ഇതാണെന്ത്, നമ്മുടെ VCOന്റെ വർക്കിംഗ്. ഇപ്പൊ ഞാനൊന്നും കൂടെ പറയാം. when the power supply is connected and switched on, the current source will charge the capacitor, so the voltage across the capacitor will gradually increase. When the capacitor voltage reaches the UTP of the Schmitt trigger or 0.5 volt, എന്താ സംഭവിക്കുക, the Schmitt trigger output will become 0. Schmitt trigger ഔട്ട്പുട്ട് എന്തായി മാറും, 0 ആയി മാറും.
This output will be sensed by the current source. Current source എന്ത് ചെയ്യും? അത് സെൻസ് ചെയ്യും. Now the current source will act as എന്താ? ഇനി എന്തായിട്ട് ആക്ട് ചെയ്ത്? ഇത്രയും ചാർജ് ചെയ്യിക്കില്ലേ ഇത്? Current source will act as current sink. And the current source എന്തായിട്ട് ആക്ട് ചെയ്യും? Current sink ആയിട്ട് ആക്ട് ചെയ്യും. And the capacitor will be discharged through the current source. The current source വഴി എന്ത് ചെയ്യും? Capacitor discharge. Once the capacitor starts discharging, എന്താ സംഭവിക്കുക? The voltage across the capacitor will decrease. അല്ലേ? ഇനി എന്ത് സംഭവിക്കും? അങ്ങനെ കുറഞ്ഞ് when the capacitor voltage reaches 0.25 volt. 0.25 volt എന്താ? LTP അല്ലേ? 0.25 volt or LTP of the Schmitt trigger. എന്താ സംഭവിക്കുക? LTP-നേക്കാളും കുറയുമ്പോൾ എന്താ സംഭവിക്കുക? Output will become high. Output എന്തായി മാറും? കുറയുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈ ആയി മാറും. അല്ലേ? ഇനി ഔട്ട്പുട്ട് ഹൈ ആയി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ദി കറണ്ട് സോഴ്സ് വിൽ സെൻസ്. ആൻഡ് നൗ ദി കറണ്ട് സോഴ്സ് വിൽ act as the proper current source and will charge the capacitor, and the capacitor voltage will increase. This process will repeat continuously, producing a square wave at the output of the Schmitt trigger. This square wave is given to an inverting buffer amplifier and is available at pin number 3 or output pin of the VCU. പിന്നെ നമുക്ക് ഒരു പ്രൊവിഷനും ഉണ്ട്. ഓൾസോ ദി IC will provide the voltage across the capacitor through a buffer amplifier. So at pin number 4 we will get the capacitor voltage or ഏത് triangular wave. ഇതാണ് എന്ത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിന്റെ വർക്കിംഗ്. ഇപ്പൊ ഒന്നുമില്ല, ആദ്യം എന്ത് ചെയ്യും? കറണ്ട് സോഴ്സിനെ ചാർജ് ചെയ്യിക്കും. ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് കൂടും. കൂടിയിട്ട് UTP-നേക്കാളും കൂടുമ്പോഴോ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 0 ആവും. അപ്പൊ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് 0 ആയി കഴിഞ്ഞാൽ കറണ്ട് സോഴ്സ് എന്താ ചെയ്യുക? പിന്നെ ചാർജ് ചെയ്യിക്കില്ല. പിന്നെ എന്ത് ചെയ്യുന്ന? ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവന്റെ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞിട്ട് 0.25 ആകുമ്പോൾ ഷ്മിറ്റ് ട്രിഗറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഹൈ ആവും. അല്ലേ? അപ്പൊ ഹൈ ആവുമ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് സോഴ്സ് വീണ്ടും എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അപ്പൊ ആ പ്രോസസ് ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ഇനി VCയുടെ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ നമ്മൾ ലാബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ലാബ് S6-ലൊക്കെ പഠിക്കും. അപ്പൊ അതിൽ എന്താ ടെക്നിക് കോൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യും? നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ജനറേറ്റർ. നമ്മളിങ്ങനെ നോബ് തിരിക്കുമ്പോൾ നമുക്ക് പല ഫ്രീക്വൻസിയിലേ കിട്ടുന്നത്. അപ്പൊ ഫംഗ്ഷൻ ജനറേറ്റർ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക് മ്യൂസിക് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോൺ. ഇപ്പൊ ഒരു 1 kHz വേവ് ആണ്, നമുക്ക് കീ എന്ന് വെച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി 1.5 ആണെങ്കിലോ വേറൊരു കീ എന്നുള്ള സൗണ്ട് ഇല്ല. അപ്പൊ നമ്മളെ പിയാനോ എല്ലാം കിട്ടില്ല നിങ്ങൾ അതുപോലെ എന്താ ഇലക്ട്രോണിക് മ്യൂസിക്കിൽ പല ടോൺ, പല ഡിഫറെന്റ് ഫ്രീക്വൻസിയിലെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? VCO ഉപയോഗിക്കുക. പിന്നെ ക്ലോക്ക് സിഗ്നൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള IC ഏതാണ്? 565 അല്ലെങ്കിലോ PLL എന്ന് പറഞ്ഞ IC ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ IC-ക്കകത്ത് എന്തുണ്ട്? ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ 565 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഭീകര IC ആണ്. അപ്പൊ IC-ക്കുള്ളിൽ ആരാ ഉള്ളത്? 565-നകത്ത് ഈ 566 VCO എന്ന് പറഞ്ഞ IC അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അപ്പൊ ഈ PLL ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? ഈ 566 അല്ലെങ്കിൽ VCO എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഫേസ് ലോക്ക് ലൂപ്പ് അല്ലെങ്കിൽ 565 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ PLL എന്ന് പറഞ്ഞ IC. ഇപ്പൊ എന്താ PLL? PLL ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിനിയർ സിസ്റ്റം. അതായത് നമുക്ക് രണ്ട് സിസ്റ്റം ഉള്ളു. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട് ഉണ്ട്, പിന്നെയോ ലിനിയർ സർക്യൂട്ട് ഉണ്ട്. നമ്മൾ ആംപ്ലിഫയർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എന്താ ലിനിയർ സിസ്റ്റം. അപ്പൊ ആ ലിനിയർ ICs കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു IC ആണെന്ത്? ഈ PLL. ഇറ്റ് ഈസ് മെയിൻ ടെക്നിക് യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് ഫ്രീക്വൻസി കൺട്രോൾ ഇൻ മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ മോഡേൺ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് FM നമ്മൾ റിസീവർ അല്ലേ, FM റേഡിയോ അല്ലെ, അപ്പൊ അതുപോലുള്ള സാധനങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഈ PLL ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോമ്പണന്റ് ആണ്. PLL is an important building block in linear system. It is the main technique used for electronic frequency control in modern communication. അപ്പോൾ മോഡേൺ കമ്മ്യൂണിക്കേഷൻസിൽ എവിടെയാണ് ഫ്രീക്വൻസി കൺട്രോൾ വരുന്നോ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ ടെക്നിക് PLL ടെക്നിക് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇപ്പൊ സിലബസ് പറഞ്ഞ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് നമുക്ക് IC പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യാം? പരിചയപ്പെടാം.
അപ്പൊ അതിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എത്രയാണ്? 0.001 ഹെർട്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് വളരെ ചെറിയ ഫ്രീക്വൻസി അല്ലെ, മുതൽ എത്രയാ 500 കിലോ ഹെർട്സ്. അപ്പൊ അത്രയും വലിയ ഫ്രീക്വൻസി റേഞ്ച് വരെ നമ്മുടെ ഈ IC അല്ലെ 565 IC എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 0.001 ഹെർട്സ് ടു എത്രയാ 500 കിലോ ഹെർട്സ് ആണ്. ഇനി ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് +or-6 വോൾട്ട് +or-12 വോൾട്ട്. അപ്പൊ അത്രയും ഏത് വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ IC ക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യുക. അപ്പൊ സപ്ലൈ വോൾട്ടേജ് മറ്റേ നമ്മൾ ഡിജിറ്റൽ IC ആകുമ്പോൾ പറയും അല്ലെ, ലാബിൽ നിന്ന് 5 വോൾട്ട് കൂടി പോയി IC അടിച്ചു എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലെ. -6 മുതൽ +12 വരെയുള്ള പല വോൾട്ടിൽ എന്ത് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യും. ഇൻപുട്ട് ലെവൽ റിക്വയർഡ് ഫോർ ട്രാക്കിംഗ്. അതിന് രണ്ട് ഫീച്ചർ ഉണ്ട്, ട്രാക്കിംഗ് ഉണ്ട്, ക്യാപ്ചർ ഉണ്ട്, പിന്നെ ട്രാക്കിംഗ് റേഞ്ച് ഉണ്ട്. നമ്മൾ എന്താ പഠിക്കും. നിങ്ങൾ ഇതിന് ഒരു ഇൻപുട്ട് ആവശ്യമില്ല ഈ IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നൽ കൊടുക്കണം. അപ്പൊ ആ സിഗ്നൽ നിങ്ങൾ മിനിമം എത്ര കൊടുത്തിരിക്കണം? 10 മില്ലി വോൾട്ട് RMS മുതൽ 3 വോൾട്ട് പീക്ക് ടു പീക്ക് മാക്സിമം വരെയുള്ള ഏത് സിഗ്നൽ കൊടുത്താലും എന്ത് ചെയ്യും? ഇത് വർക്ക് ചെയ്യും. അപ്പൊ 10 മില്ലി വോൾട്ട് കുറഞ്ഞൊരു സിഗ്നലാണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ IC എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യും. ക്ലിയർ അല്ല? ഇനി കറണ്ട് സോഴ്സോ? ഇതിന് കറണ്ട് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് കിട്ടണം നമുക്ക് അല്ലെ. CR കാണാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് ഉണ്ട്, എല്ലാ IC-ക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പൊ ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര കറണ്ട് വരെ കിട്ടും? 10 മില്ലി ആംപിയർ വരെ കറണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ IC പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് രണ്ട് വേവ് ഉണ്ട് അല്ലെ, സ്ക്വയർ വേവ് ഉണ്ട്, ട്രയാങ്കുലർ വേവ് ഉണ്ട്. നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ട്രയാങ്കുലർ വേവിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര വരും? 2.4 മുതൽ +or-6 വോൾട്ട് വരെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ട്രയാങ്കുലർ വേവ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ട്? സ്ക്വയർ വേവ് ഉണ്ട്. അപ്പൊ സ്ക്വയർ വേവിന്റെ ടിപ്പിക്കൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5.4 വോൾട്ട് പീക്ക് ടു എത്രയാ +or-6 വോൾട്ട്. അപ്പൊ അത്രയാണ് എന്ത് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് റേഞ്ച്. ഇനി നമുക്കറിയാം ഈ IC-ക്കകത്ത് നമ്മളൊരു VCO അല്ലെ, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം? നമുക്കൊരു ഫ്രീക്വൻസി തരും. ഇപ്പം 5 കിലോ ഹെർട്സിനാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ 5 കിലോ ഹെർട്സ് എന്ത് ചെയ്യും? സ്ക്വയർ വേവ് അത് തരും. പക്ഷെ ചൂടാകുമ്പോൾ IC നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? IC ഉപയോഗിക്കുമ്പോൾ ചൂടാവും. അപ്പൊ ചൂടാകുമ്പോൾ ഫ്രീക്വൻസി മാറാൻ പാടില്ല ശരിക്കും അല്ലെ. ഫ്രീക്വൻസി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ? മാറാൻ പാടുള്ളൂ. പക്ഷെ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ലേശം ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? വളരെ ചെറിയ വ്യത്യാസം എന്ത് ചെയ്യും? കാണിക്കും. ആ കാണിക്കുന്നത് എത്രയാ? 300 ppm പാർട്സ് പെർ മില്യൺ അല്ലെ. അപ്പൊ 1 മില്യൺ ആണ് നമ്മളെ ഫ്രീക്വൻസി എങ്കിൽ അതിന് 300 ഹെർട്സ് എന്താ വേരിയേഷൻ വരാം മാക്സിമം അല്ല, ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോഴും. മനസ്സിലായി? അപ്പൊ 1 മില്യണില് അല്ല 10 ലക്ഷത്തില് ഫ്രീക്വൻസിയിൽ എത്ര വ്യത്യാസം വരുള്ളൂ? മാക്സിമം വന്നാൽ പോലും 300 ഹെർട്സിന്റെ വേരിയേഷൻ ഉണ്ടാവുള്ളൂ 1 ഡിഗ്രി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടുമ്പോൾ. ഇനി അതുപോലെ VCO സെൻട്രൽ ഫ്രീക്വൻസി വിത്ത് സപ്ലൈ വോൾട്ടേജ്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ വേരി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രീക്വൻസി മാറാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് പ്രത്യേക ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലെ, കൺട്രോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട്. ആ കൺട്രോൾ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് മാറുമ്പോഴേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫ്രീക്വൻസി മാറാൻ പാടില്ല. പവർ സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രീക്വൻസി മാറാൻ പാടില്ല. എന്നാൽ തന്നെ IC ചെറിയൊരു വേരിയേഷൻ കാണിക്കും. എത്രയാ? 1.5% അല്ലെ പെർ വോൾട്ട്. അതായത് ഒരു സപ്ലൈ വോൾട്ടേജ് ഒരു വോൾട്ടിന്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10 വോൾട്ട് സപ്ലൈ കൊടുത്തെന്ന് വെച്ചോ, അത് 11 ആയിപ്പോയി എന്ന് വെച്ചോ, എന്തെങ്കിലും നമ്മളെ ലാബിലെ വയറിങ്ങിന്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ഒരു 1.5% വേരിയേഷൻ മാക്സിമം എന്ത് ചെയ്യും? വരും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്. സ്ലൈഡ് വന്നില്ല. ഇപ്പൊ നമ്മളെ ഈ IC അല്ലെ, ഏതാ PLL 565 PLL IC നിങ്ങൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഉണ്ടാവുക. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച അല്ലെ 566 എന്ന് പറഞ്ഞ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ, VCO എന്ന് പറഞ്ഞ IC ഇതിനകത്തുണ്ടാവും. ആ ബ്ലോക്ക് അതിനകത്തുണ്ട്. പിന്നെ വരുന്നത് ഒരു ഫേസ് ഡിറ്റക്ടർ ആണ്. ഇപ്പൊ VCO നിങ്ങൾക്ക് എന്താ അറിയാം? എന്താ ഇതിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അനുസരിച്ച് എന്ത് ചെയ്യും? മാറും. ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അതനുസരിച്ച് വേരി ചെയ്യിക്കാൻ പറ്റും. ഇനി ഫേസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പേര് തന്നെയുണ്ട്. എന്താ ഫേസ്? നമുക്കറിയാം എല്ലാ വേവിനും എന്തുണ്ടാവും? ഫേസും ഉണ്ടാവും അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഈ ഫേസ് ഡിറ്റക്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ രണ്ട് ഇൻപുട്ട് ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് 2 ഇൻപുട്സ് ആൻഡ് ഇറ്റ് കമ്പയർസ് ദീസ് 2 ഫ്രീക്വൻസീസ് അല്ലെ. ഇത് രണ്ട് ഫ്രീക്വൻസി തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യും. രണ്ടും സെയിം ആണോ വ്യത്യസ്തമാണോ എന്ത് ചെയ്യുക? നോക്കും. നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ വരുന്ന ഫ്രീക്വൻസി എത്രയാ? FO, അതായത് VCOന്റെ ഔട്ട്പുട്ട്. ഇവിടെ വരുന്ന ഫ്രീക്വൻസിയോ നിങ്ങളെ ഇൻപുട്ട് ഫ്രീക്വൻസി എന്താ? FS. ഇനി ഇവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് ഫ്രീക്വൻസി തമ്മിൽ കമ്പയർ ചെയ്യും. ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ 0 കിട്ടുക. ഇനി ഇതെന്തെങ്കിലും കമ്പയർ ചെയ്ത് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ
ഈ സർക്യൂട്ട് രണ്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതായത് പ്ലസ് സിഗ്നലും ജനറേറ്റ് ചെയ്യും, മൈനസ് സിഗ്നൽ. അതായത് ഈ രണ്ട് ഫ്രീക്വൻസിന് എന്ത് ചെയ്യും, സം ചെയ്യും. എഫ് എസ് പ്ലസ് എഫ് ഒ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ ഒരു സിഗ്നൽ ഉണ്ടാക്കും. പിന്നെ എഫ് എസ് മൈനസ് എഫ് ഒ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയുള്ള ഒരു സിഗ്നൽ എന്ത് ചെയ്യും, ഇത് ജനറേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് എന്തേ വേണ്ടുള്ളൂ, നമുക്ക് ഇതിന്റെ വ്യത്യാസമല്ല അറിയേണ്ടത്. ഈ രണ്ട് ഫ്രീക്വൻസിന്റെ വ്യത്യാസം നമുക്ക് വേണ്ടത്, ഡിഫറൻസ് ആ വേണ്ടത്. പക്ഷെ ഇതിന് അത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമുണ്ട് ഈ ഫേസ് ഡിറ്റക്ടറിന്. ഇതൊരു മിക്സർ സർക്യൂട്ടാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഈ രണ്ട് ഫ്രീക്വൻസി, രണ്ട് വേവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുക, ആ വേവിന്റെ സമ്മും കണ്ടുപിടിക്കും, പിന്നെയോ ഡിഫറൻസും കണ്ടുപിടിക്കും. സം ഫ്രീക്വൻസി എന്ന് എഫ് എസ് പ്ലസ് എഫ് ഒ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയുള്ള ഒരു സിഗ്നലും, അതായത് ഇതും 1 കിലോ ഹെർട്സ്, ഇത് 2 കിലോ ഹെർട്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 2 അല്ലേ. അപ്പോൾ എത്രയാ ഡിഫറൻസ്, എത്രയാ 1 കിലോ ഹെർട്സ്. അപ്പോൾ 1 കിലോ ഹെർട്സിന്റെ ഒരു വേവ് ഉണ്ടാവും. പിന്നെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്, 3 കിലോ ഹെർട്സ്. അപ്പോൾ 3 കിലോ ഹെർട്സിന്റെ ഒരു വേവ് ഉണ്ടാവും. ഇതിന്റെ ഔട്ട്പുട്ട് രണ്ട് സിഗ്നൽ വരും. ഏതൊക്കെയാ, എഫ് എസ് പ്ലസ് എഫ് ഒ എന്ന് പറഞ്ഞ സിഗ്നലും വരും, പിന്നെ എഫ് എസ് മൈനസ് എഫ് ഒ എന്ന് പറഞ്ഞ സിഗ്നലും വരും. അപ്പൊ നമുക്ക് എന്തേ വേണ്ടുള്ളൂ, ഈ രണ്ട് ഫ്രീക്വൻസി തമ്മിൽ ഡിഫറൻസ് നമുക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എഫ് എസ് പ്ലസ് എഫ് ഒ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയതല്ലേ, 3 അല്ലേ. എഫ് എസ് മൈനസ് എഫ് ഒ എത്ര കിട്ടും, നമുക്ക് 1 കിട്ടുന്നത്. അപ്പൊ നമുക്ക് 1 വേണ്ടു, 1 കിലോ ഹെർട്സ് സിഗ്നലേ വേണ്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിന് ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കും. ഈ ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യാം, ഇതിന്റെ സം സിഗ്നലിന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ലോ പാസ് പേരുന്നില്ല, ലോ ഫ്രീക്വൻസിനാണ് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. അപ്പൊ ഡിഫറൻസ് സിഗ്നലിനെ മാത്രം എന്ത് ചെയ്യും, ഈ സിഗ്നൽ പാസ് ചെയ്യും. ക്ലിയർ അല്ലേ. അപ്പൊ ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഈ രണ്ട് ഫ്രീക്വൻസിന്റെ ഡിഫറൻസ് സിഗ്നൽ ആയിരിക്കും എന്ത്, ഈ ലോ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട്. ഇനി ആ ഔട്ട്പുട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഇവിടെ കൊടുക്കും, ഒരു എറർ ആംപ്ലിഫയറിന് കൊടുക്കും. എറർ ആംപ്ലിഫയർ എന്താ ചെയ്യുക, ഈ കിട്ടുന്ന ഡിഫറൻസ് സിഗ്നലിനെ എന്ത് ചെയ്യും, ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. അത് എത്രയാണോ ആ ഡി സി വോൾട്ടേജ്, എത്രയാണോ വ്യത്യാസം, ഇത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, വലിയൊരു വോൾട്ടേജ് ആയിരിക്കും. ഇത് തമ്മിൽ ഡിഫറൻസ് കുറവാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ വരുന്ന വോൾട്ടേജ് കുറവായിരിക്കും. അപ്പൊ എത്രയാണോ ഡിഫറൻസ് തമ്മിലുള്ള ഫ്രീക്വൻസികളുടെ വ്യത്യാസം, അതിന് പ്രൊപ്പോർഷൻ ആയിട്ടൊരു വോൾട്ടേജ് ഇവിടെ കിട്ടും. ആ വോൾട്ടേജിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് നേരെ ഇവിടത്തേക്ക് കൊടുക്കും, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിന് കൊടുക്കും. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഞാൻ പറയാം ഒന്നും കൂടെ അല്ലേ. സോ എന്താ, വെൻ വി ഫീഡ് അല്ല ഇൻപുട്ട് സിഗ്നൽ വിത്ത് ഫ്രീക്വൻസി എഫ് എസ്, എന്താ സംഭവിക്കുക, ദി ഫേസ് കമ്പാരേറ്റർ ഓർ ഡിറ്റക്ടർ വിൽ എന്താ കമ്പയർ ദി ഇൻപുട്ട് ഫ്രീക്വൻസി വിത്ത് ദി ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദി വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ വിച്ച് ഈസ് F0, and the phase detector will produce two signals. ഏതൊക്കെയാ, some signal and the different signal. Some signal is Fs plus Fo and the different signal is Fs minus Fo. These signals are given to a low pass filter, and the low pass filter will pass only the different signal and it will remove the sum signal. Clear അല്ലേ. And this different signal or the error signal is amplified by the error amplifier. അങ്ങനെ എറർ എന്ന് വിളിക്കാൻ കാരണം വ്യത്യാസത്തിനല്ല നമ്മൾ എറർ എന്ന് വിളിക്കുക അല്ലേ. എറർ സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ബൈ ദി എറർ സിഗ്നൽ ആൻഡ് ദിസ് സിഗ്നൽ ഈസ് ഗിവൺ ടു എ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. നൗ എന്താ സംഭവിക്കുക, ബേസ്ഡ് ഓൺ ദി എറർ വോൾട്ടേജ്. ഇപ്പൊ എറർ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കൂടും അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് കൂട്ടുന്നത്, ഇത് ഈ സർക്യൂട്ട് എന്തിനു വേണ്ടി ശ്രമിക്കുക, ഇത് തമ്മിലുള്ള വ്യത്യാസം സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ക്ലിയർ അല്ല. അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസം, വലിയ ചേഞ്ച് ഉണ്ടെങ്കിൽ എറർ വോൾട്ടേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ കൂടുതൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഫ്രീക്വൻസി എന്താവാൻ നോക്കും, സെയിം ആവാൻ നോക്കും അല്ല. ആൻഡ് ദിസ് എറർ ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദി എറർ സിഗ്നൽ ആൻഡ് ഈസ് ഗിവൺ ടു ദി വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. നൗ according to the error voltage or based on the error voltage, the VCO frequency may increase or decrease. ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിലോ കുറക്കാം. എന്തിനു വേണ്ടിയിട്ട്, so as to make the VCO output frequency equal to the actual input frequency. അതായത് ആക്ച്വൽ ഇൻപുട്ട് ഫ്രീക്വൻസിയും VCOന്റെ ഫ്രീക്വൻസിയും സെയിം ആവേണ്ട വിധത്തിൽ എന്ത് സംഭവിക്കും, VCO ഒന്നുകിൽ എന്ത് ചെയ്യും, ബേസ്ഡ് ഓൺ ദി എറർ വോൾട്ടേജ് ഒന്നുകിൽ ഫ്രീക്വൻസി കൂട്ടും അല്ലെങ്കിലോ കുറക്കും. എറർ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് കൂട്ടും, എറർ വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി എന്ത് കുറക്കും. എന്തിനു വേണ്ടിയിട്ട്, രണ്ടും കൂടെ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഒരു 5 കിലോ ഹെർട്സിന്റെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. അപ്പോൾ VCOന്റെ ഫ്രീക്വൻസി ചിലപ്പോൾ 4 കിലോ ഹെർട്സ് ആയിരിക്കും ഇപ്പോഴും. അപ്പം VCO എന്താ ചെയ്യാം, മെല്ലനെ ഒരു എറർ വരില്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എറർ വന്നിട്ട് ഈ VCOന്റെ ഫ്രീക്വൻസി മെല്ലനെ കൂടിയിട്ട് എത്രയായി മാറും, 5 കിലോ ഹെർട്സ് ആയി മാറും. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി എന്താവും, സെയിം ആവും. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഇതിനാ PLL. നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്തു, പിടിക്കുക നമ്മൾ എന്ത് വിളിക്കുക, ക്യാപ്ചർ അല്ല, ക്യാപ്ചർ ചെയ്തു. ക്ലിയർ അല്ല, ക്യാപ്ചർ ചെയ്തു.
ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത ഇൻപുട്ട് ഫ്രീക്വൻസി 5 കിലോ ഹെർട്സ് അല്ലേ, ഞാൻ മെല്ലെ അത് കൂട്ടും, 5.1 ആക്കും, 5.2 ആക്കും. അപ്പൊ ഇവന് സഹിക്കുവോ? അപ്പം എന്തെങ്കിലും എറർ വോൾട്ടേജ് വരും അല്ലെ, എറർ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്ത് ഇവിടത്തേക്ക്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? നിങ്ങൾ ഇത് ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഇതിന്റെ എത്രയാവും? 5.1 ആയി കഴിഞ്ഞാൽ ഇ സിയുടെ ഔട്ട്പുട്ട് എത്രയാവും? 5.1. ഇൻപുട്ട് 5.2 ആക്കിയാലോ ഇ സിയുടെ വോൾട്ടേജ് 5.2 ആവും അല്ലെ. ഇനി ഇൻപുട്ട് നിങ്ങൾ 6 കിലോ ഹെർട്സ് ആയി കഴിഞ്ഞാൽ വി സിയുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 6 കിലോ ഹെർട്സ് ആവും. ഇതിന്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നിങ്ങളുടെ വി സിയുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് മെല്ലെ എന്ത് ചെയ്യും? രണ്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് സ്വയം എന്ത് ചെയ്യും? ഇത് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഇതിന്റെ കൂടെ തന്നെ പോയി നിങ്ങൾ കൂട്ടുമ്പോൾ ഇതും എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ലോക്കിംഗ് എന്ന് വിളിക്കുക. മനസ്സിലായി? അപ്പൊ ആദ്യം നിങ്ങളെ ഈ ഫ്രീക്വൻസി നിങ്ങൾ കൊടുത്ത പാടന്നെ ഈ ഇൻപുട്ട് ഫ്രീക്വൻസിയും നിങ്ങളുടെ വി സിയുടെ ഫ്രീക്വൻസിയും സെയിം ആവുന്ന ആ പ്രോസസ്സിന് എന്ത് വിളിക്കും? ഇസ് കോൾഡ് ദി ക്യാപ്ചർ. വൺസ് ദ വി സി ഒ ഹാസ് ക്യാപ്ചേർഡ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി, എന്താ സംഭവിക്കുക? When we increase the input frequency, the VCO frequency will also increase and the VCO is said to be, രണ്ടാൾ ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? അവർ തമ്മിൽ ലോക്കായി പോയെന്നല്ലേ വിളിക്കുക. Then the VCO is said to be in locking mode അല്ലെ. VCO എന്ത് മോഡിലായി? ലോക്കിംഗ് മോഡിലായി. അപ്പൊ ആദ്യം രണ്ടും ഈക്വൽ ആവുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപ്ചർ മോഡ് എന്ന് വിളിക്കും അല്ലെ. ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ VCOന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കൂടിക്കും. നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോക്ക്ഡായി അല്ലെ, ലോക്കിംഗ് മോഡിലായി. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഇപ്പൊ ചോദിച്ചാൽ എന്താ പറയാ? ഇതൊക്കെയാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം അല്ലെ. സോ വെൻ വി ഫീഡ് ആൻ ഇൻപുട്ട് സിഗ്നൽ എഫ് എന്താ സംഭവിക്കുക? ആൻഡ് ലെറ്റ് ദി ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് VCO ബി F0. Now the phase detector will produce two signals, Fs plus F0 and Fs minus F0. And the low pass filter will remove the sum signal and will only pass the different signal. This different signal is amplified by the error amplifier and given to the VCO. Now the VCO frequency will increase or decrease based on the error voltage and then so as to make the VCO output frequency equal to the input frequency. When the VCO frequency becomes equal to the input frequency, എന്താ സംഭവിക്കുക? The PLL is said to be captured the input signal. അത് PLL എന്ത് ചെയ്തു? നമ്മുടെ input signal capture ചെയ്തു. Now when we increase the input frequency, in that case the VCO frequency will also increase and the VCO is said to be എന്ത് മോഡലായി? ഇനി അവർ കൂട്ടുമ്പോൾ കൂടും, അത് കുറക്കുമ്പോൾ എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞുകൊണ്ടല്ലേ. Now the VCO is said to be working in ലോക്കിംഗ് മോഡ്. ക്ലിയർ അല്ല? നെക്സ്റ്റ് സ്ലൈഡ് വന്നാ. അപ്പൊ ഇതാണ് അതിന്റെ ഡയഗ്രാം. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട്, അപ്പൊ നിങ്ങൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ആ VCO ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ കണക്ട് ചെയ്യും, കാണിച്ചു അടുത്ത ഡയഗ്രത്തിൽ. അപ്പൊ ആ ഫ്രീക്വൻസി 5 കിലോ ഹെർട്സ് ആണ്, 5 കിലോ ഹെർട്സിൽ എന്ത് ചെയ്യും? റൺ ചെയ്യും. അതിനാണ് നമ്മൾ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ VCOന്റെ ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? സെയിം ആവും. അപ്പൊ അതിനൊരു റേഞ്ച് ഉണ്ട്. ഇപ്പൊ നിങ്ങളെ ഫ്രീക്വൻസി 5 കിലോ ഹെർട്സിലാണ് നിങ്ങളെ PLL വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് 4 കിലോ ഹെർട്സ് കൊടുത്താൽ എന്ത് ചെയ്യും? അത് ക്യാപ്ചർ ചെയ്യും. 5 കിലോ ഹെർട്സ് കൊടുത്താൽ എന്ത് ചെയ്യും? അത് ക്യാപ്ചർ ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാകുന്നോ? നേരെ മറിച്ച് 6 കിലോ ഹെർട്സ് കൊടുത്താൽ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും. ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി 5 ആണ് അല്ലേ. നിങ്ങൾ 6 കൊടുത്താലും ക്യാപ്ചർ ചെയ്യും, 4 കൊടുത്താലും ക്യാപ്ചർ ചെയ്യും. നേരെ മറിച്ച് 6.1 കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പരമാവധി എത്ര വരെ പിടിക്കാൻ പറ്റുവാന്? 6 കിലോ ഹെർട്സ് വരെ. കുറഞ്ഞത് എത്ര വരെ? 4 കിലോ ഹെർട്സ് വരെ. അപ്പൊ 6 മൈനസ് 4 എത്രയാ? അതായത് ഈ റേഞ്ചിനുള്ളിൽ 4 കിലോ ഹെർട്സ് മുതൽ 6 കിലോ ഹെർട്സ് വരെയുള്ള ഏത് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ PLL VCO ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെല്ലെ എന്ത് ചെയ്തു? ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി. അപ്പൊ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ VCOന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. നമ്മൾ 5 എന്നല്ല ഫ്രീക്വൻസി മെല്ലെ കൂട്ടി 6 ആക്കി, 6.5 ആക്കി, 7 ആക്കി, 8 ആക്കി, സപ്പോസ് ഒരു 8 കിലോ ഹെർട്സ് വരെ ആക്കി എന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ VCOന്റെ ഫ്രീക്വൻസി എത്ര വരെ പോകും? 8 കിലോ ഹെർട്സ് വരെ. അതുപോലെ നമ്മളെ ഇൻപുട്ട് ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാലോ VCOന്റെ ഫ്രീക്വൻസിയും അല്ലെ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞ് വേണമെങ്കിൽ ഒരു 1 കിലോ ഹെർട്സ് വരെ എന്ത് ചെയ്യും? പോകും. അതായത് ഇവിടെ ഒരിക്കൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാവധാനം ഇൻപുട്ട് ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ നമ്മുടെ VCOന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? മാറിയിട്ട് ഇവിടുന്ന് ഇവിടെ വരെ, അതായത് 1 കിലോ ഹെർട്സ് മുതൽ ഒരു 9 കിലോ ഹെർട്സ്, ഒരു എക്സാമ്പിൾ ആണ്, അത്രയും ഫ്രീക്വൻസി എന്ത് വരും? അവര് കൂടെ പോകും. അപ്പൊ ലോക്ക് റേഞ്ച് എത്രയാണ്? 1 കിലോ ഹെർട്സ് മുതൽ 9 കിലോ ഹെർട്സ് വരെ. അതായത് വൺസ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഫ്രീക്വൻസി നിങ്ങൾ വേരി ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മളെ PLLന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? അതിന്റെ കൂടെ തന്നെ പോകും.
നേരെ മറിച്ച് നിങ്ങൾ സഡൻ ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എത്രയേ കൊടുക്കാൻ പാടുള്ളൂ? 4 മുതൽ 6 kHz വരെയുള്ള ഒരു ഇൻപുട്ട് സഡൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതിനേക്കാളും കൂടുതൽ റേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? അത് ലോക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ക്യാപ്ചർ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ലോക്ക് റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത 3 ടേംസ് ആണ്. ഇപ്പൊ എന്താ ക്യാപ്ചർ റേഞ്ച് അല്ലെ? ഇതാണ് ഇത് ഡാർക്ക് ലൈൻ ഉണ്ട്. ഇതാണ് ഈ റേഞ്ച് ആണ് ക്യാപ്ചർ റേഞ്ച്. It is a range of frequencies over which the PLL capture the input signal. അല്ലെ ഇൻപുട്ട് സിഗ്നലിനെ പിടിക്കുന്നത് അല്ലെ ആ റേഞ്ച് ആണ് ഇത് ക്യാപ്ചർ റേഞ്ച്. It is referred to as capture range. It is much narrower than the PLL lock range. PLL lock rangeനേക്കാൾ എന്താണ്? കുറവ്. അപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഫ്രീക്വൻസി ആണ് ഇത് ക്യാപ്ചർ റേഞ്ച്. ഇനി ലോക്ക് റേഞ്ചോ? ഒരിക്കൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്ത അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്തു? ലോക്ക് ചെയ്തിട്ട് ഇത്രയും ദൂരം ആ ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി കുറച്ച് ഇവിടെ വരെ പോയി കഴിഞ്ഞാലും അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ PLL പോകും. ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിയിട്ട് ഇവിടെ വരെ പോയി കഴിഞ്ഞാലോ അത്രയും ദൂരം എന്ത് ചെയ്യും? നമ്മളെ PLL എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി വരെ PLL പോകാൻ പറ്റും. It is a range of frequencies over which the PLL will track the input sequence. അതാണ് നിങ്ങൾ ഇപ്പം നോക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത്. ആ വേർഡ് വേണം, എന്താ? ട്രാക്ക് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ. മനസ്സിലായോ? ഓവർ വിച്ച് ദ PLL will track or maintain, രണ്ടും ശരിയാ, മെയിൻറ്റെയിൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി സിഗ്നൽ അല്ല and remains locked is referred to as PLL lock range. അതായത് is a range of frequency over which PL will track. അതായത് ഇൻപുട്ട് സിഗ്നൽ മാറ്റുമ്പോൾ നമ്മളെ PLL സിഗ്നൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? മാറും. അത് ട്രാക്ക് ചെയ്ത് അതിന്റെ കൂടെ തന്നെ പോകും അല്ല. will track the input frequency signal and remains locked. ആ ലോക്ക് അവിടെ പൊട്ടാൻ പാടില്ല. എപ്പോഴാ പൊട്ടുക? 9 kHz മേലെയാകുമ്പോൾ അത് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പം പഴയ അവസ്ഥയിലേക്ക് തന്നെ 5 kHz തന്നെ പോകും. അപ്പൊ പൊട്ടാതെ അതിന്റെ കൂടെ തന്നെ അല്ലെ. and remains locked is referred to as lock range. അപ്പൊ ലോക്ക് റേഞ്ച് എന്താ? is usually the band of frequencies above and below the PLL free running frequency. എപ്പോഴും അല്ല അപ്പുറം ഇപ്പുറം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ക്യാപ്ചർ റേഞ്ചിനേക്കാളും കൂടുതൽ റേഞ്ച് ഇതിന് കിട്ടും. ലോക്ക് ചെയ്ത പൊസിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടേം ഇത് മനസ്സിലായിട്ടില്ലേ? ഇൻപുട്ട് ഫ്രീക്വൻസിനെ ക്യാപ്ചർ ചെയ്യുന്നതാണ് ക്യാപ്ചർ റേഞ്ച്. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്തില്ല, ലോക്ക് പൊസിഷനിൽ ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നലിനെ ട്രാക്ക് ചെയ്ത് പോകുന്ന ആ ഫ്രീക്വൻസി റേഞ്ച് ആണെന്ത്? PLLന്റെ ലോക്ക് റേഞ്ച്. ഇനി അടുത്ത പുള്ളിൻ ടൈം. എന്താ ഈ പുള്ളിൻ ടൈം എന്ന് പറഞ്ഞാൽ? ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ PLL ടു എസ്റ്റാബ്ലിഷ് ലോക്ക് ഈസ് കോൾഡ് പുള്ളിൻ ടൈം. അത് എത്ര സമയം എടുക്കും? നമ്മളെ PLLന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി 5 kHz ആയിരിക്കും. നിങ്ങൾ ഉടനെ എന്ത് ചെയ്തു? ഒരു 5.5 kHz ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. അപ്പൊ നമ്മളെ PLLന്റെ ഫ്രീക്വൻസി എത്രയിലേക്ക് മാറും? 5.5ലേക്ക് എന്ത് ചെയ്യും? മാറും. ക്ലിയർ അല്ലേ? പക്ഷെ കുറച്ച് സമയം എടുക്കില്ല, മെല്ലനെ കൂടി 5 എന്ത് ചെയ്യും? 5.5 എത്താൻ ഇൻപുട്ട് ഫ്രീക്വൻസിയും നമ്മളെ PLL ഫ്രീക്വൻസി സെയിം ആവാൻ എന്ത് ചെയ്യും? കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനാണ് എന്ത് വിളിക്കുക? പുള്ളിൻ ടൈം. ദി ടോട്ടൽ ടൈം ടേക്കൺ ബൈ PLL ടു എസ്റ്റാബ്ലിഷ് ലോക്ക്. അതായത് ക്യാപ്ചർ ചെയ്ത് അല്ല ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനാണ് എന്ത് വിളിക്കുന്നത്? പുള്ളിൻ ടൈം. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ PLL ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം ഫ്രീ റണ്ണിങ് മോഡ് ടു ലോക്ക് മോഡ്. അല്ല ഇപ്പൊ 5 kHz ഇങ്ങനെ ഫ്രീ റൺ ചെയ്യാം. അപ്പൊ നിങ്ങളൊരു ഇൻപുട്ട് 5.5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ PLLന്റെ ഫ്രീക്വൻസി എന്തായി മാറും? 5.5 ആയി മാറും അല്ലെ. അതായത് ലോക്ക് വീണ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ലോക്കായി. അപ്പൊ ആ ലോക്ക് വീഴാൻ വേണ്ടി എടുക്കുന്ന അല്ല രണ്ട് ഈക്വലാകാൻ വേണ്ടി എടുക്കുന്ന ആ ടൈമിനെയാണ് എന്ത് വിളിക്കുക? പുള്ളിൻ ടൈം. അപ്പൊ ക്ലിയർ അല്ല? From the range of frequencies over which the PLL capture the input signal is called capture range, and the range of frequencies over which the PLL can maintain the lock അല്ല അതിനാണ് എന്ത് വിളിക്കുന്നത്? ആ ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ് the lock range. And time to establish the lock അല്ല എത്ര സമയം എടുക്കും ആ ലോക്ക് രണ്ട് ഫ്രീക്വൻസി സെയിം അതിനാണ് എന്ത് വിളിക്കുന്നത്? പുള്ളിൻ ടൈം. ഇനി നമ്മളെ ഞാൻ പറഞ്ഞു ഒന്ന് സിഗ്നൽ ഒന്നും കൊടുക്കാതിരിക്കും. ഇതാണ് നമ്മളെ ഇതിന്റെ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം. അപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മറ്റേ ഡയഗ്രം വരക്കുക, ഇത് നിങ്ങൾ രണ്ടും വരക്കണം കേട്ടോ. ഇത് വരക്കുക, മറ്റേത് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കൂടാതെ ഇതിന്റെ ബ്ലോക്കിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാലും രണ്ട് ചോദിച്ചാൽ രണ്ടും എഴുതിക്കും നിങ്ങൾ. ഇതാണ് എന്ത്? PLLന്റെ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം. അപ്പൊ നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് ചോദിക്കുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫേസ് ഡിറ്റക്ടർ, ആൻ ആംപ്ലിഫയർ ആൻഡ് എ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആൻഡ് ഓൾസോ എ റെസിസ്റ്റർ അല്ലെ. നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ട് എന്ന് പറയില്ല അതിനകത്ത്. അപ്പൊ ലോ പാസ് ഫിൽറ്ററിൽ റെസിസ്റ്റർ ഉണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും ആ ബ്ലോക്കിൽ. അപ്പൊ കപ്പാസിറ്റർ നമുക്ക് ICക്കുള്ളിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പുറത്ത് കണക്ട് ചെയ്യണം. പക്ഷെ അതിന് വേണ്ട റെസിസ്റ്റർ എന്ത് ചെയ്യും? കമ്പനി ICക്കുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും അല്ലെ. ആൻഡ് ഓൾസോ എ റെസിസ്റ്റർ ടു ഫോം ദി ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ അല്ലേ?
ഇനി പിൻ നമ്പർ 2 and 3 ആർ ദി 2 ഡിഫറൻഷ്യൽ ഇൻപുട്ട്. നിങ്ങൾക്ക് 2 ഇൻപുട്ട് കൊടുക്കാം, പക്ഷെ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ടേ കൊടുക്കുള്ളൂ. ആൻഡ് പിൻ നമ്പർ 5 അല്ല ഈസ് ദി ഇൻപുട്ട് ഫോർ ദി വി സി ഔട്ട്പുട്ട്. അപ്പോൾ വി സി ഒന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് വി സി ഒന്റെ ഔട്ട്പുട്ട്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് എന്ത്, പിൻ നമ്പർ 5. അപ്പോൾ കമ്പനി ഡയറക്റ്റ് കണക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വി സി ഒ ആയിട്ട് ഈ ഐ സി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് പ്രത്യേകം വാങ്ങിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് വി സി ഒന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അവർ വേറെ തരും. നമ്മൾ ലാബ് ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. The phase detector has two input, pin number 2 and 3, and it has also has got the another input which is the VCO output. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിൻ ഇതുണ്ട്. പിൻ നമ്പർ 4 എന്താ, VCO ഔട്ട്പുട്ട് ആണ് അല്ല. ഇനി ഈ VCO എന്ത് ചെയ്യണം, ഒരു ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യണം അല്ല. അതായത് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫ്രീക്വൻസിയിൽ ഇത് വർക്ക് ചെയ്യണം. ആൻഡ് ദ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ് ദ VCO ഈസ് കൺട്രോൾഡ് ബൈ ദി റെസിസ്റ്റർ R1 and C1. നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ഈ രണ്ട് റെസിസ്റ്ററാണ് എന്ത് തീരുമാനിക്കുന്നത്, ഈ PLLന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി. അതായത് ഒരു ഇൻപുട്ടും കൊടുക്കാതിരിക്കുമ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആരാ, ഈ രണ്ട് റെസിസ്റ്ററാണ്. ആൻഡ് ദി ഇക്വേഷൻ ഫോർ ദ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ 1.2 ഡിവൈഡഡ് ബൈ 4 R1 C1 ഹെർട്സ്. അപ്പോൾ ഇത്രയും ഹെർട്സ് ആണ് ഈ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇനി നിങ്ങൾ എന്ത് പറയാം, ദി ഫേസ് കമ്പാരറ്റർ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു an എറർ ആംപ്ലിഫയർ ആൻഡ് ദെൻ ടു എ ലോ പാസ് ഫിൽട്ടർ. ഫിൽട്ടർ ഇപ്പുറം വെക്കാം ഇപ്പുറം വെക്കാം, രണ്ടും കുഴപ്പമില്ല, ലോ പാസ് ഫിൽട്ടർ. ഹൗഎവർ ദ ലോ പാസ് ഫിൽട്ടർ ഷുഡ് ഹാവ് എ റെസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ. പിന്നെയോ, സിൻസ് ദ റെസിസ്റ്റർ കപ്പാസിറ്റർ കാൻ ബി ഫാബ്രിക്കേറ്റ് ഇൻസൈഡ് ദി IC, ഇറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അതാണ് എന്ത്, C2. ആൻഡ് ദിസ് IC വിൽ പ്രൊവൈഡ് എന്താ, the low pass filter output which is the demodulated output and also the error amplifier output which is the reference output. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് കണ്ടോ നിങ്ങൾ. ഈ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ഫ്രീക്വൻസിയും തമ്മിൽ അല്ല, VCOന്റെ ഫ്രീക്വൻസി നിങ്ങൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയും തമ്മിൽ എന്ത് ചെയ്യും, ഈ ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്യും. അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസമാണ് ഏത്, ഡീമോഡുലേറ്റ് ഔട്ട്പുട്ട്. ക്ലിയർ അല്ല. ആ വ്യത്യാസത്തിന് എന്ത് ചെയ്യും, നമ്മൾ ഹൈനെ കളഞ്ഞിട്ട് ഡിഫറൻസിനെ മാത്രമല്ലേ എടുക്കുള്ളൂ, ആ ഡിഫറൻസിനെ എടുത്തിട്ട് കിട്ടുന്ന ആ ഡിഫറൻസ് വോൾട്ടേജ് ആണ് എന്ത്, ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ ഈ ICയുടെ ഒരു ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പാട്ട് കേൾക്കുന്നില്ല FM റിസീവറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ IC യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ FM റിസീവറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് FM 95 ആ കേൾക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ബെസ്റ്റ് FM 95 ഉദ്ദേശിക്കുന്നത് 95 മെഗാഹെർട്സ് ആണ് അതിന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി, സെൻട്രൽ ഫ്രീക്വൻസി അല്ലേ. അപ്പോൾ നമ്മളെ ഈ VCOന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി നിങ്ങൾ എന്താക്കി വെക്കുക, നമ്മുടെ FM സിഗ്നലിന്റെ സെൻട്രൽ ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് കാരിയർ ഫ്രീക്വൻസി. അപ്പോൾ FM സ്റ്റേഷൻ എന്താണോ കാരിയർ ഫ്രീക്വൻസി ഉള്ളത്, ആ കാരിയർ ഫ്രീക്വൻസിയിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ VCOന്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ FM സിഗ്നൽ അല്ലേ, എവിടെ നിന്നാണോ വരുന്നത് ആ FM സിഗ്നൽ നിങ്ങൾ ഇവിടത്തേക്ക് കൊടുക്കുക, ഇതിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഈ VCOന്റെ ഔട്ട്പുട്ട് ഇത് രണ്ടും ഷോർട്ട് ചെയ്യുക അല്ല, ഇത് രണ്ടും ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കും. അപ്പോൾ ഇവനെന്താ ചെയ്യുക, നിങ്ങളെ വരുന്ന FM സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ഈ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ FM സ്റ്റേഷന്റെ സെൻട്രൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, നിങ്ങളെ വരുന്ന സിഗ്നലില് അല്ലെ ഈ സെൻട്രൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി ആയിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ട് സിഗ്നലിൽ നിന്ന് ചെക്ക് ചെയ്യും. ആ വ്യത്യാസത്തിന് നമുക്ക് ഇവിടെ കിട്ടും, ഡീമോഡുലേറ്റ് ഇവിടെ കിട്ടും. ഇപ്പൊ FM മോഡുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ, ഇസ് എ പ്രോസസ് ബൈ വിച്ച് എന്താ, the frequency of the carrier signal is varied proportional to the modulating signal അല്ലേ. അപ്പൊ ഇവിടെ എന്താ കിട്ടുക, അതായത് FM സിഗ്നലില് ഫ്രീക്വൻസി എന്താ, നമ്മൾ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സിഗ്നലിന്റെ വോൾട്ടേജിനനുസരിച്ച് FM സിഗ്നലിൽ എന്ത് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യും. അപ്പൊ കാരിയർ സിഗ്നലിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ടോ ആ വ്യത്യാസം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ FMന്റെ ഡീമോഡുലേറ്റ്, നമ്മൾ ഒറിജിനൽ അല്ല എന്ത് പാട്ടാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പാട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം, കൺഫ്യൂഷൻ ആവേണ്ട. സ്ലൈഡ് വന്നാ, ഇതാണ് കണക്ഷൻ. ഇപ്പൊ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുക, VCOയുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഫേസ് ഡിറ്റക്ടറിന്റെ ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ആൻഡ് ദി FM ഇൻപുട്ട് ഈസ് ഗിവൺ ടു വൺ ഓഫ് ദി ഇൻപുട്ട് ഓഫ് ദി ഫേസ് ഡിറ്റക്ടർ. ഇത്രയും മനസ്സിലാക്കും. ഇനി രണ്ടാമത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, സെക്കൻഡ് എന്താ, വി ഹാവ് ടു സെറ്റ് ദി സെൻട്രൽ ഫ്രീക്വൻസി ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ് ദി PLL ഓർ VCO എന്തായിട്ട് സെറ്റ് ചെയ്യണം,
as the center frequency of the FM. അപ്പോൾ FM-ന്റെ ഈ വരുന്ന സിഗ്നലിന്റെ കാരിയർ ഫ്രീക്വൻസി, ആ സ്റ്റേഷന്റെ കാരിയർ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക. ആ ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യുക, ഈ വി സിയുടെ സെൻട്രൽ ഫ്രീക്വൻസി, ആ രണ്ട് റെസിസ്റ്റർ കപ്പാസിറ്റർ ഇല്ല, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക അല്ലേ. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ വി സി എന്ത് ചെയ്യും, നമ്മളെ ഇൻപുട്ടിനെ ക്യാപ്ചർ ചെയ്തിട്ട് ലോക്ക് ആവും. ക്ലിയർ അല്ലേ. അപ്പോൾ ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളെ FM-ന്റെ നമ്മൾ മോഡുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെസ്സേജ് സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടും, ഈ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് FM ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലിനെ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ പാട്ട് ഇവിടെ കിട്ടും, നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സോ ഇൻ ദിസ് ആപ്ലിക്കേഷൻ the VCO output is given as the one of the input of the phase detector and the another input is taken as the FM signal. FM signal is taken as the other input. Now second we have to set the voltage controlled oscillator frequency exactly equal to the center frequency or the carrier frequency of the modulating signal. Modulating FM signal ന്റെ carrier frequency ആയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക? സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ദി PLL വിൽ capture and lock with the input FM signal. Once the lock is established, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? Once the lock is established, the original demodulated or message signal will be available at the demodulated output. അതായത് നമ്മൾ FM ട്രാൻസ്മിറ്ററിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ സിഗ്നല് നമ്മുടെ മെസ്സേജ് സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടും, ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻസി മൾട്ടിപ്ലർ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ എന്താ ഫ്രീക്വൻസി മൾട്ടിപ്ലർ? എന്റെ കയ്യിൽ ഇപ്പം 1 kHz സ്ക്വയർ വേവ് ആവില്ല, എനിക്ക് വേണ്ടത് 5 kHz ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 5 kHz ഉണ്ടാക്കാൻ പുതിയ മൾട്ടിവൈബ്രേറ്റർ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അതായത് നിങ്ങൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ, ഇപ്പം നിങ്ങൾ 5 ആണ് സെറ്റ് ചെയ്ത് അടിച്ചത്, 5 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5 ഇവിടെ കിട്ടും. അതായത് 1 kHz കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക്? ഈ VCOന്റെ ഔട്ട്പുട്ട് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് 5 kHz കിട്ടും. ഇവിടെ 2 കൊടുത്താൽ എത്ര കിട്ടും? 10 കിട്ടും. ഇനി ഞാൻ 3 ടൈംസ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ N ഉണ്ട്, ഡിവൈഡ് ബൈ N നെറ്റ്വർക്കിൽ N 3 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 3 മടങ്ങ് ഇവിടെ കിട്ടും. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we have to take the PLL and in between the VCO output and അതായത് നമ്മളെ PLL ICക്ക് ഒരു VCO ഔട്ട്പുട്ടും ഉണ്ട്, പിന്നെയോ ഫേസ് കമ്പാരേറ്ററിലേക്ക് പോകുന്ന ഒരു VCO ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടില്ലേ ഡയഗ്രത്തിൽ, അതിന്റെ ഇടയിൽ ആ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിവൈഡഡ് N നെറ്റ്വർക്ക് ഉപയോഗിക്കണം. ഈ ഡിവൈഡഡ് N നെറ്റ്വർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് എത്ര ഫ്രീക്വൻസി ആണോ വരുന്നത് അതിനെ N ടൈംസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടത്തേക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് FS ആണ്, VCOന്റെ ഔട്ട്പുട്ട് FO ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് എന്താ ചെയ്യുക, ഇവിടെ നിന്ന് എത്രയാണോ വരുന്നത് അതിനെ N ടൈംസ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്നതായിരിക്കും F0/N ആയിരിക്കും, സംശയമില്ലല്ലോ. ഇനി ഈ PLL ക്യാപ്ചർ ചെയ്ത് ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വിചാരിക്കും. അപ്പോൾ ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവനെന്തിനു വേണ്ടി ശ്രമിക്കുക, ഈ ഫേസ് കമ്പാരേറ്ററിൽ വരുന്ന 2 ഇൻപുട്ട് എന്താക്കാൻ വേണ്ടി ശ്രമിക്കും, PLL സെയിം ആക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മൾ പഠിച്ചേ. ഇത് ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ FSOവും ഇവിടെ വരുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും, സെയിം ആയിരിക്കും, നമുക്കറിയാം. ക്ലിയർ അല്ലേ? അപ്പോൾ FS ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, വൺസ് ദ ലോക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വി ഹാവ് FS ഈസ് ഈക്വൽ ടു ഇവിടെ വരുന്ന ഫ്രീക്വൻസി എത്രയാണ്, F0/N. അപ്പോൾ FS ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, F0/N കിട്ടി, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ F0 എത്ര ആയിരിക്കും, F0 നമുക്ക് എന്ത് എഴുതാം, N × FS. അപ്പോൾ ഈ F0 അതായത് ഇവിടെ വരുന്നത് എന്തായിരിക്കും, ഇവിടെ കൊടുത്തതിന്റെ N ടൈംസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ചോദിച്ചാൽ എന്താ എഴുതുക, the connections are as shown in figure. So in that circuit, in between the VCO output and the phase comparator input, we are using a divide by N network that will divide the frequency by N. Now when the PLL is established, the lock, so-called lock established കഴിഞ്ഞാൽ we know that both the input of the phase comparator will be equal. So we have FS is equal to അടുത്ത ഇൻപുട്ട് F0/N. And solving the equation, we have F0 is equal to N × Fs, which means that the output of the VCO will be N times the input frequency, where N is the
എത്ര പ്രാവശ്യമാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? ദ റേഷ്യോ ഓഫ് ദി ഡിവൈഡഡ് നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. ഇത് 5 ആണെങ്കിൽ 5 മടങ്ങ് കിട്ടും. ഇത് 3 ആണെങ്കിലോ 3 മടങ്ങ് കിട്ടും. ഇതാണ് എന്ത്? നമ്മുടെ PLL ന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്ന് FM ഡിമോഡുലേഷന് വേണ്ടിയിട്ടും രണ്ടാമത്തെ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടും. ക്ലിയർ അല്ല? അപ്പോൾ ഇത്രയാണ്